ഹലോ എവ്രി വൺ, നല്ലൊരു വട്ടയപ്പം റെസിപ്പി നോക്കിയാലോ? ഇന്ന് കുറുക്കുണ്ടാക്കേണ്ട, തേങ്ങാപ്പാൽ വേണ്ട, ഒക്കെ വേണ്ട, അത് വല്യമ്മച്ചിയൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു നല്ല ഈസി റെസിപ്പിയാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇതുവരെ വട്ടയപ്പം ശരിയാകാത്തവർക്ക് വേണ്ടിയുള്ള റെസിപ്പിയാണിത്. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. നമ്മളിന്ന് വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഇഡ്ലി റൈസാണ്. ഇവിടെ കനി റൈസ് ആണ് ഇതിന് പറയുന്നത്. അത് നമുക്ക് 1 കപ്പ് റൈസ്, ഇപ്പം ഗ്ലാസ്സോ കപ്പോ എടുക്കുന്ന അളവ് പാത്രം ഒന്നായിരിക്കണമെന്നേ ഉള്ളൂ. അതിലാണ് നമ്മൾ എല്ലാ മെഷർമെൻറ്റ്സും പറയുന്നത്. അപ്പോൾ 1 കപ്പ് റൈസ് ഒരു 3-4 മണിക്കൂർ കുതിർത്തത്, പിന്നെ അത് വെള്ളം പോകാനായിട്ട് വാരി വെച്ച് അതാണത്. പിന്നെ നമുക്ക് വേണ്ടിയത് അതേ കപ്പിന് 1 കപ്പ് തേങ്ങ ചിരകിയത്, പിന്നെ 1/2 കപ്പ് പച്ചരിയുടെ ചോറാണ് വേണ്ടത്. ഈ റൈസ് കൊണ്ട് തന്നെ ചോറുണ്ടാക്കി ആ ചോറാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. പച്ചരിയുടെ ചോറാണ് നല്ലത്, എന്നാലേ നമ്മുടെ അപ്പത്തിന് നല്ല നിറം കിട്ടുകയുള്ളൂ. നമ്മുടെ ബോയിൽഡ് റൈസിൻ്റെ ചോറാണെങ്കിൽ നിറം കുറഞ്ഞു പോകും. പിന്നെ അത് 1/2 കപ്പാണ് വേണ്ടത്. പിന്നെ 1/2 കപ്പ് പഞ്ചസാര വേണം. പഞ്ചസാര 1/2 കപ്പിൻ്റെ ഒരു മീഡിയം മധുരമേ കിട്ടത്തുള്ളൂ. കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര ഉപയോഗിക്കാം, പക്ഷേങ്കിൽ 1/2 കപ്പാണ് നല്ലത്. പിന്നെ 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ ഉപ്പ്, 5-6 ഏലക്കയുടെ തരി. നമ്മളിപ്പം ഉള്ള റൈസിൻ്റെ ഹാഫ് റൈസ് നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള ചേരുവകളെല്ലാം ഇടും. നമ്മൾ തേങ്ങയും ചോറും പഞ്ചസാരയും ഈസ്റ്റും ഉപ്പും ഏലക്കയും എല്ലാം ചേർത്ത് നമ്മൾ അരയ്ക്കാൻ പോവുകയാണ്. അരയ്ക്കുമ്പം നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളമാണ് എല്ലാത്തിനും കൂടെ വേണ്ടിയത്. അപ്പോൾ ആദ്യം അരയ്ക്കുമ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് മാത്രം വെള്ളം ചേർക്കുക. ഒരുപാട് വെള്ളം ചേർത്ത് ഒത്തിരി വാട്ടറി ആയി പോകാതെ സൂക്ഷിക്കുക. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ച് നോക്കുക. അത് നന്നായിട്ട് അരയുന്നുണ്ടെങ്കിൽ അത്രയും വെള്ളം മതിയാകുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അരയ്ക്കുന്നത്. നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബാക്കി റൈസ് ഇരിക്കുന്നതും കൂടെ ഇട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരയ്ക്കുക. ഒരുപാട് വാട്ടറി ആയും പോലെ ഒരുപാട് തിക്കും ആയിരിക്കില്ല. ഒരു ഇഡലിക്കൊക്കെ നമ്മൾ വെക്കുന്ന ആ കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾ അരച്ച് കഴിയുമ്പം. ഒരു 2 ഐസ് ക്യൂബ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഐസ് വാട്ടർ ഉപയോഗിക്കാം നമ്മളിത് അരയ്ക്കുമ്പം. അല്ലെങ്കിൽ മാവ് ചൂടായി പോവും. മാവ് ഒരുപാട് ചൂടായി പോയാലും നമ്മുടെ അപ്പം ശരിയാകത്തില്ല. ഇഡലി മാവ് അരയ്ക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. മാവ് ചൂടായി പോകാതിരിക്കാനായിട്ട് ഐസ് വാട്ടർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് 1-2 എണ്ണം ഉപയോഗിക്കുക. അപ്പം നമ്മൾ അരച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. നല്ല കുഴിയുള്ളൊരു പാത്രമായിരിക്കണം. എന്തായാലും ഇത് ഡബിൾ എമൗണ്ടിലേക്ക് വരുന്നതായിരിക്കും, അതുകൊണ്ട് നല്ല കുഴിവുള്ള പാത്രമായിരിക്കണം. പിന്നെ അടപ്പ് അടയ്ക്കുമ്പോൾ ഇച്ചിരി ഓപ്പൺ ആക്കി വെച്ച് അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. അടപ്പ് തിരിച്ചടയ്ക്കുന്നതാണ് നല്ലത്. പിന്നെ ഒരു പാത്രത്തിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ ബൈ ചാൻസ് ഇത് തിളച്ച് വരികയാണെങ്കിൽ താഴെ പോകാതെ ഇരിക്കും. ഒരു പാത്രത്തിൽ വെക്കുക. 8 to 10 hours അങ്ങനെ നമ്മൾ പുളിക്കാനായിട്ട് വെക്കണം. ഇതിപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഓവർനൈറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നാൽ ഒരുപാട് വിഗറസ് ആയിട്ട് ഇളക്കല്, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്കിത് സ്റ്റീമറിൽ വെച്ച് പുഴുങ്ങിയെടുക്കാവുന്നതാണ്. ടിൻ എടുക്കുമ്പം അലുമിനിയം ടിൻ വല്ലതും ഉണ്ടെങ്കിൽ അതെടുക്കുക. സ്റ്റീലിനേക്കാളും ബെറ്റർ അലുമിനിയം ആയിരിക്കും. അതൊന്ന് ഗ്രീസ് ചെയ്യണം. ഒന്നുകിൽ എണ്ണ, സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും, അല്ലെങ്കിൽ നെയ്യ് പുരട്ടാവുന്നതാണ്. എന്നിട്ട് അതിലേക്ക് 3/4 വരെ മാവ് ഒഴിച്ചു കൊടുക്കുക. അതിൽ കൂടുതൽ ഒഴിക്കല്, നന്നായിട്ടിത് റൈസ് ചെയ്യും. അതുകൊണ്ട് 3/4 മാക്സിമം. ഹാഫ് ആണെങ്കിലും മതി. പിന്നെ ഹാഫ് ആകുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന തിക്നെസ് കാണത്തില്ല അപ്പത്തിന്. അതുകൊണ്ട് 3/4 ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് സ്റ്റീമറിൽ വെക്കണം. സ്റ്റീമറിൽ വെക്കുന്നതിന് മുന്നേ നന്നായിട്ട് വെള്ളം ഒഴിക്കണം. അത് തിളയ്ക്കുകയും വേണം. എന്നിട്ട് വേണം നമ്മളിത് സ്റ്റീമറിൽ വെച്ച് കൊടുക്കാനായിട്ട്. 1/2 മണിക്കൂർ നമുക്ക് സ്റ്റീം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും ചെറിയും കിസ്മിസും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് പിന്നെ വേണമെങ്കിൽ ഈ കാഷ്യൂ ഇതൊക്കെ വെച്ച് കൊടുക്കാം. നേരത്തെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഇപ്പം ഞാനിതിപ്പം സ്റ്റീം ചെയ്യാൻ പോകുന്നതിന് മുന്നേ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇച്ചിരി താന്നു പോകും, സാരമില്ല. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാനാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം 30 മിനിറ്റ് നമുക്കിത് സ്റ്റീം ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ
വട്ടയപ്പം എടുത്ത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ബാക്കിയുള്ള മാവ് മറ്റേ പാത്രത്തിൽ കൂടെ ഒഴിച്ച് ഉണ്ടാക്കുകയാണ്. ഇപ്രാവശ്യം ഞാൻ കാഷ്യൂ ഇപ്പോഴേ ഇടുന്നില്ല. 10 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തിട്ട് മാത്രം പിന്നെ ഇടുന്നുള്ളൂ. അപ്പം കാഷ്യൂ ഒക്കെ താഴ്ന്നു പോകാതെ മുകളിൽ തന്നെ ഇരിക്കുന്നതാണ്. സ്റ്റീമറിനകത്ത് സെക്കൻഡ് ടൈം വെക്കുമ്പം വെള്ളം നമ്മൾക്ക് വേണ്ടത്ര ഒഴിച്ചു കൊടുത്തിട്ട് വേണം വെക്കാനായിട്ട്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാഷ്യൂം കിസ്മിസും ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞ് വെച്ച് കൊടുത്താൽ അത് താഴ്ന്നു പോകാതെ മുകളിൽ തന്നെ ഇരിക്കും. അരമണിക്കൂർ നമുക്കത് സ്റ്റീം ചെയ്യണം, എന്നാലേ നന്നായിട്ട് കുക്കായിട്ട് കിട്ടത്തുള്ളൂ. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം സ്റ്റീം ചെയ്യാനായിട്ട്. ലോ ഫ്ലെയിം പറ്റത്തില്ല, ഒത്തിരി ഹൈ ഫ്ലെയിമും വേണ്ട. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ 30 മിനിറ്റ്സ് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വട്ടയപ്പം രണ്ടും തണുത്തിട്ടുണ്ട്. നമുക്ക് പാത്രത്തിൽ നിന്ന് ഒന്ന് ഇളക്കി മാറ്റാം. നമ്മൾ ഓയിലും നെയ്യും ഒക്കെ പുരട്ടിയിട്ടുള്ളതുകൊണ്ട് ഇത് എളുപ്പം തന്നെ പാത്രത്തിൽ നിന്ന് വിട്ടുപോരുന്നതാണ്. ഈസി ആയിട്ട് ഇളകി പോന്നിട്ടുണ്ട്. നല്ല തിക്നെസ്സിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ് ഉണ്ടായിരിക്കുന്നത്. വട്ടയപ്പത്തിന് നമ്മൾ പച്ചരിയുടെ ചോറ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല കളർ കിട്ടും. പിന്നെ അതുപോലെ തേങ്ങയുടെ അതിൻ്റെ ബ്രൗൺ പാർട്ടൊന്നും ഒട്ടും ഇടരുത്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ബേക്കറിയിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു നല്ല വൈറ്റ് കളറിൽ കിട്ടും. നമ്മളിത് രണ്ടാമത്തെ വട്ടയപ്പാണ്. അപ്പം 1 കപ്പ് അരി കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള 2 അപ്പമാണ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത്. ഒരു ചെറിയ ഫാമിലിയുടെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ സ്നാക്ക് ടൈമിലേക്ക് ധാരാളം മതിയാവുന്നതാണ്. അപ്പം ഈ ഈസി റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയും സ്മൂത്തും സോഫ്റ്റും ആയിട്ടുള്ള വട്ടയപ്പമാണ് നമുക്ക് കിട്ടുന്നത്. ഇത് കണ്ടോ, ഒന്ന് ഒടിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. കഴിച്ച് നോക്കട്ടെ. ആവശ്യത്തിന് മധുരമൊക്കെ ഉണ്ട് കേട്ടോ. ഇത്ര മധുരം മതിയാവും. 1/2 കപ്പ് ഷുഗർ അത് മതിയാവും. ഒത്തിരി കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ മതിയല്ലോ കൂടുതൽ ഷുഗർ. ഇത് സാധാരണ ആൾക്കാർക്ക് മതിയാവുന്ന മധുരമുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വട്ടയപ്പം, ഈസി വട്ടയപ്പം റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ഉടൻ തന്നെ ഇതുപോലെയുള്ള നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.